നമസ്കാരം. ഇലക്ട്രോപോയിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ നിങ്ങളുടെ സപ്പോർട്ടും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും നമ്മുടെ കമൻറ്റ് ബോക്സ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്കുകളാണ് ഞങ്ങളുടെ ചാനലിൽ കൂടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും വീഡിയോകളുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇത് കൂടാതെ തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ നിങ്ങളുടെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നമ്മളിപ്പോൾ ഇടുന്ന പ്രോഡക്ട്സ് ആക്ച്വലി നമുക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്നതിന് നമുക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ എന്തെങ്കിലും എൻക്വയറീസോ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലേക്ക് കമൻറ്റിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആൾക്കാരുടെ നമ്പർ തരാം. ടെക് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിൽ കയറാനുള്ള സോഴ്സും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തൊരു വീഡിയോയുടെ തുടക്കത്തിലേക്ക് കിടക്കുകയാണ്. നമ്മളിപ്പോൾ എന്താ പറയുക, മുന്നേ ഒരു എന്താ പറയുക, നമ്മളൊരു സൗണ്ട് ബാറിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. സൗണ്ട് ബാറുകൾ തന്നെ ഇനി വീണ്ടും ഇട്ടാലോ, അല്ലെങ്കിൽ സബുള്ള സൗണ്ട് ബാർ ഇട്ടാലോ എന്നൊക്കെ ആലോചിച്ച് എന്ത് ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരു കസ്റ്റമറുടെ എൻക്വയറി പ്രകാരം നമ്മളിപ്പോൾ വീണ്ടും ഒരു സൗണ്ട് ബാർ ചെയ്യേണ്ടി വന്നേക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അയാളുടെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് എഫ് എം നല്ല രീതിയിൽ കേൾക്കണം, അതേപോലെ തന്നെ സ്റ്റീരിയോ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അയാൾക്ക് സൗണ്ട് സാധാരണ നമ്മളൊരു 2.1 ആയിട്ടാണ് നമ്മുടെ സൗണ്ട് ബാർ ചെയ്യാറ്. പക്ഷെ ഇതിൽ ഉപയോഗിക്കുന്ന ആൾക്ക്, ഇത് വേണ്ട ആളുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് എഫ് എം നല്ല ക്ലാരിറ്റി വേണം എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ അവർക്ക് നല്ല ഒരു സ്റ്റീരിയോ എഫക്റ്റിൽ പാട്ട് കേൾക്കണം. പക്ഷേ അനാവശ്യമായിട്ടുള്ള ബേസോ അല്ലെങ്കിൽ സബ് ഊഫറിൻ്റെ കണക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല. ഒരു വീട്ടിലേക്ക് ഉപയോഗിക്കാൻ എന്നുള്ളൊരു ഇത്, നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജിൻ്റെ മുകളിലൊക്കെ വെച്ച് പാട്ട് കേൾക്കുക, അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ പാട്ട് കേൾക്കുക, ഒരു എന്താ പറയുക, ഒരു വീട്ടമ്മയ്ക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നമ്മളൊരു സൗണ്ട് ബാറാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ കാറ്റഗറി ആൾക്കാരെയും തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ പരമാവധി ചെയ്യാനായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു വീട്ടമ്മയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുള്ള കാരണം എല്ലാ വീട്ടമ്മമാർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഈ ഒരു ഐറ്റം. അപ്പോൾ വീട്ടിൽ സ്വന്തം അമ്മയ്ക്കൊക്കെ ചെയ്ത് ഇതുപോലെ ഒരെണ്ണം അസംബിൾ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പ്രചോദനമാവട്ടെ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ളൊരു വാഗ്ദാനത്തോടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇതിൻ്റെ ബോക്സ് ആക്ച്വലി നമ്മൾ ചെയ്തിട്ടുള്ളത് MDF-ലാണ്. 4 ഇഞ്ച് MDF-ൽ കറക്റ്റായിട്ട് ട്യൂൺഡായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ബോക്സാണ്. ഇതിൽ ആകെ 2 ഫുൾ റേഞ്ച് സ്പീക്കേഴ്സാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അവാർഡിൻ്റെ ഫുൾ റേഞ്ച് സ്പീക്കർ. പക്ഷെ നല്ല രീതിയിൽ ഇന്നറിൽ ഡെപ്ത് കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ ബോക്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബോക്സ് കാണുമ്പോൾ ചിലപ്പോൾ വലിപ്പം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിലും 4 ഇഞ്ച് ആയ കാരണം അതിൻ്റെ ഡെപ്ത് കറക്റ്റായിട്ട് വരും. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബോർഡുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സെപ്പറേറ്റർ ചേമ്പറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഫുൾ റേഞ്ച് സ്പീക്കറാണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. അതുപോലെ തന്നെ സ്പീക്കറിന് നമ്മൾ ഡസ്റ്റിൽ നിന്നും ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മൾ ക്ലോത്ത് വെച്ചിട്ടാണ് നെറ്റ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ മെയിൻ ബോക്സ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് റെക്സിൻ വെച്ചിട്ടാണ്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പാനൽ ആക്ച്വലി എല്ലാ ഇതിലെയും പോലെ അക്രിലിക് പാനൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളിതിൻ്റെ അകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് ഐപ്ലേ എന്ന് പറയുന്ന കമ്പനിയുടെ ബ്ലൂടൂത്ത് ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ FM റിസപ്ഷൻ കിട്ടാവുന്ന, നമ്മൾ 1-2 ബോർഡുകൾ മാറ്റി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഈ ഒരു ബോർഡ് നമ്മൾ ചൂസ് ചെയ്തത്. കാരണം നമ്മുടെ കസ്റ്റമറിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യം എന്ന് പറയുന്നത് FM കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബോർഡ് നമ്മൾ ഫൈനലി ചൂസ് ചെയ്തു. പക്ഷെ നമ്മൾ പാനൽ ഡിസൈൻ ചെയ്തപ്പോൾ, കാരണം ഭാവിയിലേക്ക് അവർക്കൊരു സബ് ഊഫർ വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കണക്കൂട്ടിയിട്ടാണ്. കാരണം ആൾക്കാരുടെ ആഗ്രഹങ്ങൾ എപ്പോൾ വേണമെങ്കിലും മാറാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പാനൽ ഡിസൈൻ ചെയ്തപ്പോൾ അതിനും കൂടെ കണക്കൂട്ടിയിട്ട് സബിനൊരു നോബ്, വോളിയത്തിനൊരു നോബ്, അതുപോലെ ബാസ് ട്രബിളിന് 2 ചെറിയ നോബുകൾ, എല്ലാ നോബുകളും ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സോഴ്സ് സെലക്ടർ ഒരു സ്വിച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. USB സോക്കറ്റ് നമ്മൾ താഴെ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഫ്രണ്ട് പാനലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ കമ്പോണൻസിനെ കുറിച്ച് നമ്മൾ പറയാം. 7377 എന്നുള്ള ICയുടെ ബ്രിഡ്ജ് മോഡൽ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ JRC 4558 യൂസ് ചെയ്തിട്ടുള്ള ബാസ്റ്റോൾ ബോർഡാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ നല്ല രീതിയിൽ ഫിൽട്രേഷന് വേണ്ടിയിട്ടുള്ള പവർ സപ്ലൈ ബോർഡ് കാര്യങ്ങളെല്ലാം നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ സബ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ട്രാൻസ്ഫോമറിൻ്റെ സൈസും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി. 12 വോൾട്ട് 5 ആമ്പിയറിൻ്റെ ട്രാൻസ്ഫോമറാണ് നമ്മളിൽ യൂസ് ചെയ്തിട്ടുള്ളത്. പവർ സപ്ലൈ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ബാസ്റ്റോൾ ബോർഡിനും ബ്ലൂടൂത്ത് ബോർഡിനും വേണ്ടി നമ്മൾ സെപ്പറേറ്റ് പവർ സപ്ലൈ അതിൽ യൂസ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിൻ്റെ ബാക്ക് സൈഡ് ബാക്കിയുള്ള കാര്യങ്ങൾ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ 2 എയർ വെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് നമ്മൾ റെക്സിൽ വെച്ചിട്ട് തന്നെയാണ് കവർ ചെയ്തിട്ടുള്ളത്. റെക്സിൽ വെച്ച് കവർ ചെയ്യുന്നതിന് പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ MDF ആയിട്ടുള്ള തന്നെ ഈർപ്പം തട്ടി അത് കേടുവരാതിരിക്കാനും കൂടെ ഈ ഒരു റെക്സിൻ്റെ ഒരു കോട്ടിങ് നമുക്ക് ഗുണം ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡിൽ അതിൻ്റെ RC സോക്കറ്റ് ആണെങ്കിലും സ്പീക്കറിലേക്ക് വേണ്ട എക്സ്ട്രാ കണക്ഷൻസ് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ കൊടുക്കാവുന്ന രീതിയിൽ 2 RC സോക്കറ്റ് നമ്മൾ സെപ്പറേറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് സെലക്ടർ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ള കാരണം 2 ഓക്സ് നമുക്ക് ഇതിൽ കണക്ട് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. പിന്നെ സബിൻ്റെ പ്രീ ഔട്ട് നമുക്ക് ഇതിൽ ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഫാനിൻ്റെ ഗ്രില്ല് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പവർ സ്വിച്ച് നമ്മൾ പുറകിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സാധാരണ നമ്മൾ മറ്റുള്ള ഇതിലൊക്കെ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇവർക്ക് FM റിസപ്ഷൻ നല്ല രീതിയിൽ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു വയറിട്ട് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേണ്ടി FM-ന് വേണ്ടി സെപ്പറേറ്റ് ആൻറ്റിന യൂസ് ചെയ്തിട്ടുണ്ട്. പവർ കോഡ് കാര്യങ്ങളെല്ലാം ഒരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സെറ്റിൻ്റെ പോലെ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇതിൻ്റെ ബാക്ക് പാനൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അക്രിലിക് പാനലിലാണ്. അതിൻ്റെ അകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു RC സോക്കറ്റ് വെച്ചിട്ട് ഓക്സ് ഇൻപുട്ട് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു സബിൻ്റെ നോബ് ഫ്രണ്ടിലിട്ടുള്ളത് തന്നെ അതിൻ്റെ ഒരു പ്രീ ഔട്ട് നമ്മൾ പുറകിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊരു പ്രീ ഔട്ട് ഒരു പവേർഡ് സബ് വഴി നമുക്ക് വേണമെങ്കിൽ 2.1 പോലെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പവർ സ്വിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു സോക്കറ്റ് ആക്ച്വലി ഒരു കോഡ് വയർ കുത്താനുള്ള സോക്കറ്റ് നമ്മൾ നല്ല രീതിയിൽ സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒരു ഫാനിൻ്റെ ഗ്രില്ല് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ കസ്റ്റമറുടെ പ്രധാന ആവശ്യം എന്ന് പറയുന്നത് തന്നെ FM റിസപ്ഷൻ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ആൻറ്റിന നമ്മൾ FM-ന് വേണ്ടി ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പോൾ പലരും ആംബസ് നമ്മൾ ചെയ്യുമ്പോൾ ഒരു വയർ പുറത്തേക്ക് ഇട്ട് ആ FM-ൻ്റെ ഇതിന് വേണ്ടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുക. പക്ഷേ കുറച്ചുകൂടി എന്താ പറയുക, നമ്മളൊരു ക്വാളിറ്റി ആവശ്യപ്പെടുന്ന ഒരു കസ്റ്റമറാണ്, നമ്മളത് കൊടുക്കാൻ തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ഇത്രയും മെനക്കെട്ട് പോലെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ആസ്വദിക്കാവുന്നതാണ്. പെർഫോമൻസ് എങ്ങനെയാണ്, ഏത് രീതിയിലാണ്. പക്ഷെ ഞങ്ങൾ ഈ ഇതിന് ടെസ്റ്റ് ചെയ്തിടത്തോളം, കാരണം നിങ്ങളൊരു യൂട്യൂബിൽ കൂടെ ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി എത്രത്തോളം നിങ്ങൾക്ക് തരാൻ പറ്റുന്നുള്ളത് അറിയില്ല. പക്ഷെ എങ്കിലും നമ്മളിതിൻ്റെ വർക്കിംഗ് വീഡിയോ ഫണ്ട് ഡിസ്ക്രിപ്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇടാം. പക്ഷേ ഞങ്ങൾ ഈ സാധനത്തിൻ്റെ വർക്കിങ്ങിൽ അല്ലെങ്കിൽ ഈ ഡിവൈസിൻ്റെ വർക്കിങ്ങിൽ പക്ക ഹാപ്പിയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മളൊരു ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു സെറ്റിൻ്റെ പോലെയുള്ളൊരു ക്വാളിറ്റി സൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. ബേസൊക്കെ നല്ല രീതിയിൽ ആ ഒരു ബോക്സിൻ്റെ മെഷർമെൻറ്റിൻ്റെ ഒരു ഗുണം, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പീക്കറിൻ്റെ ക്വാളിറ്റിയും അതിൽ യൂസ് ചെയ്യുന്ന സപ്പോർട്ടിങ് ആംപ്ലിഫയേഴ്സിന് എല്ലാം കൂടെ വന്നിട്ട് നല്ലൊരു ഓഡിയോ ക്വാളിറ്റി നമുക്ക് ഈ ഒരു ഡിവൈസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനലായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഇതേപോലെയുള്ള ഡിവൈസുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട സൗകര്യങ്ങൾ ഞങ്ങൾ ചെയ്തു തരാം. അതല്ല ഞങ്ങൾ ചെയ്തു തരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അത് അസംബിൾ ചെയ്ത് തരുന്നതിനുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളാണ് ഞങ്ങളുടെ എന്താ പറയുക തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്രേരണ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക്, കമൻറ്റ്, ഷെയറിൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി നമസ്കാരം.